ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കട്ടാവുകയാണെങ്കിൽ വിളിക്കണം. ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ കോമ്പസിറ്റ് വോൾ. ഹീറ്റ് കണ്ടക്ഷൻ അമൽജിത്തെ കേൾക്കാവോ? ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ കോമ്പസിറ്റ് വോൾസ്. ഓക്കെ, നമ്മളൊരു പ്ലെയിൻ വോളിൻ്റെ കാര്യം പഠിച്ചിരുന്നു. പ്ലെയിൻ വോളിൽ കൂടെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്ത് ഫ്ലൂയിഡ് ഓൺ ബോത്ത് സൈഡ്സ്. ഫ്ലൂയിഡ് ഓൺ ബോത്ത് സൈഡ്സ്. ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു കോമ്പസിറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭിത്തി 2-3 അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഒരു ബോള്, അതിനുശേഷം അടുത്ത ബോള്, ഫിഗർ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഒരു വോൾ, അതിനുശേഷം മറ്റൊരു വോൾ, അതിനുശേഷം മറ്റൊരു വോൾ. ഇതാണ് കോമ്പസിറ്റ് വോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ TA ലെഫ്റ്റ് സൈഡിലെ, റൈറ്റ് സൈഡിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TB. ഓക്കെ, അപ്പം ഈ റൈറ്റ് സൈഡിലെ കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് HB, ലെഫ്റ്റ് സൈഡിലെ കൺവെക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് HA. ഓക്കെ, ഇനി ഇതാ ഈ പോയിന്റിലെ ടെമ്പറേച്ചർ എന്താ? T1 എന്നെടുക്കുക. ഓക്കെ, ഈ പോയിന്റിലെ ടെമ്പറേച്ചർ T2 എന്നെടുക്കുക. ഈ പോയിന്റിലെ ടെമ്പറേച്ചർ T3 എന്നെടുക്കുക. ഈ പോയിന്റിലെ ടെമ്പറേച്ചർ T4 എന്നെടുക്കുക. ഓക്കെ, അപ്പോൾ അവിടുന്ന് ടെമ്പറേച്ചറിൻ്റെ ഇത് വേരിയേഷൻ വരച്ചാൽ ഇങ്ങനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു, ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു, ഇങ്ങനെ വെളിയിലേക്ക് പോയി, ഇങ്ങനെ അകത്തോട്ട് കയറി. ഓക്കെ, ഇങ്ങനെയാണ് ഏതാ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ പറയുന്നത്? ഈ ഡിസ്റ്റൻസ് L1 എന്നെടുക്കുക. ഇവിടെ നിന്നുള്ള ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് L1. ഈ ഡിസ്റ്റൻസ് എന്താ? നമുക്ക് L2 എന്നെടുക്കാം. സോറി, അത് ചെറിയൊരു താഴെയായിട്ട് വരയ്ക്കാം. ഈ ഡിസ്റ്റൻസ് L1, ഈ ഡിസ്റ്റൻസ് L2, ഈ ഡിസ്റ്റൻസ് L3 എന്നെടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ 3 ബോളല്ലേ, അപ്പോൾ 3നും 3 കണ്ടക്ടിവിറ്റി ആയിരിക്കുമല്ലോ. അടുത്ത കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് K1 ആയിട്ട് എടുക്കാം, ഇത് K2 ആയിട്ട് എടുക്കാം, ഇത് K3 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അവിടെ എന്താ? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് Q. ഓക്കെ, ഇത്രയും നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ കോമ്പസിറ്റ് വോൾ ഓൺ വിത്ത് ഫ്ലൂയിഡ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം? എന്താ, ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ്, സെക്കൻഡ് റെസിസ്റ്റൻസ്, തേർഡ് റെസിസ്റ്റൻസ്, പിന്നെ ഇത് 3ഉം ഈ സോളിഡിൻ്റെ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ രണ്ട് സൈഡിലും എന്താ? കൺവെക്ഷൻ റെസിസ്റ്റൻസ് കൂടെ ആണ്, അതുകൂടെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ എന്താ, എത്ര വന്നു? ഒരു 5 റെസിസ്റ്റൻസ് വന്നു. അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇത് TA, T1, T2, T3, T4, ഇതെന്താ? TB. ഓക്കെ, ഇത് രണ്ടും എന്താ? കൺവെക്ഷൻ. ഓക്കെ, ഇത് രണ്ടും കണ്ടക്ഷൻ്റെ ടെമ്പറേച്ചർ, അവിടുത്തെ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമുക്കറിയാം എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അമൽജിത്ത് ഓർമ്മയുണ്ടോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ഇക്വേഷൻ? അമൽജിത്തെ, ഹലോ? അതെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് എന്താ? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ പറയുന്നത് Q - KA/dT/dx. ഇനി Q കൺവെക്ഷൻ എന്താ? Q കൺവെക്ഷൻ്റെ ഇക്വേഷൻ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കിട്ടുന്നത്. അതെന്താണ്? HA എന്തായിരുന്നു? T അറ്റ്മോസ്ഫിയറിക് മൈനസ് T1. ഓർമ്മയില്ലേ? പെട്ടെന്ന് മറന്നായി സാർ. ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, മറക്കല്ലോ. ഒരു ദിവസം പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അന്ന് തന്നെ വായിച്ചു നോക്കണം. ഇനി കണ്ടക്ഷൻ്റെ ഇക്വേഷൻ എന്താ? Q കണ്ടക്ഷൻ ഈക്വൽസ് എന്ത് വരും? KA/dT/dx. അപ്പം നമുക്ക് എന്ത് എഴുതാം? T1 - T2 എന്ന് എടുക്കുക. അത് മൈനസ് മാറ്റി എഴുതിയാണ്. T2 - T1 എന്ന് എഴുതിയാൽ നമ്മൾ മൈനസ് എന്ന് എഴുതണം. ഓക്കെ, ഡിവൈഡ് ബൈ
എൽ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? മെയിനായിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു ടേമിലേക്ക് എത്താൻ പോവുകയാണ്. അതായത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് എത്താൻ പോവുകയാണ്. എങ്ങനെയാണ് അത് എത്തുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ നോക്കുക. ഫസ്റ്റിലെ HA TA-T1. ഇനി ഇവിടുത്തെ എന്താ എല്ലായിടത്തെ ഹീറ്റ് ട്രാൻസ്ഫർ, ഇപ്പം ഇതുവഴി ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ഈ ക്യൂ അകത്തേക്ക് കയറുന്നുണ്ട്, ഇവിടുത്തെ ക്യൂ അകത്തേക്ക് കയറുന്നത്, എല്ലായിടത്തെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് സെയിം ആണ്, പക്ഷെ അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റിലെ ഈ പോർഷനിലെ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യൂ ഈക്വൽസ്, സോറി, അതിന് മുമ്പ് നമുക്ക് കൺവെക്ഷനിൽ നിന്ന് തുടങ്ങാം. രണ്ട് സൈഡിൽ കൺവെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയും കൺവെക്ഷൻ ഉണ്ട്, ഇവിടെയും കൺവെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൺവെക്ഷനിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ക്യൂ കൺവെക്ഷൻ ഈക്വൽസ് എന്ത് വരും? എച്ച് ലെഫ്റ്റ് സൈഡിലെ കൺവെക്ഷൻ്റെ ഇക്വേഷൻ ആണ് ചെയ്യുന്നത്. HA എന്താ? എച്ച് നമ്മുടെ കോമൺ ഇക്വേഷൻ ഇതാണ്. അത് ലെഫ്റ്റ് സൈഡിലെ ആയതുകൊണ്ട് എ എന്ന് എടുക്കും. HA ഇൻറ്റു എ ഇൻറ്റു ഇവിടെ TA, അറ്റ്മോസ്ഫിയറിക്ക് TA മൈനസ് ടെമ്പറേച്ചർ ഏതാ? T1. ഓക്കെ, സോളിഡ് ടെമ്പറേച്ചർ, ഫസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ക്യൂ കൺവെക്ഷൻ ലെഫ്റ്റ് സൈഡിലെയാണിത്. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലെ കൺവെക്ഷൻ എന്ത് വരും? ഈക്വൽസ് എന്ത് വരും? HB, അക്ഷയ് ഷാജി പറഞ്ഞേ, HB ഇൻറ്റു A ഇൻറ്റു TB minus T2. ഇത് TB, ഇതെന്താ? ഇത് T2, T4 ആണ്. T2 എങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്? കാരണം 3 വോള് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് കൺവെക്ഷൻ ഇല്ലല്ലോ. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് കണ്ടക്ഷൻ അല്ലേ? കൺവെക്ഷൻ നടക്കുന്നത് എവിടെയാ? ഇതിനിപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. ഇപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് നീ പറഞ്ഞതുപോലെ അത് കൺവെക്ഷൻ ആയിട്ട് എടുക്കായിരുന്നു. പക്ഷെ ഗ്യാപ്പ് ഇല്ലല്ലോ. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? പഴയ ഇക്വേഷൻ ആണ് ഞാൻ. ആ, അപ്പൊ T4 minus TB എന്ന് വരും. ഓക്കെ, അപ്പൊ HB ഈക്വൽസ്, അപ്പൊ 2 ക്യൂ കൺവെക്ഷൻ ഇക്വേഷൻ കിട്ടി. ഇനി കണ്ടക്ഷൻ ഇവിടെ 3 കണ്ടക്ഷൻ ഉണ്ട്. അപ്പൊ ക്യൂ കണ്ടക്ഷൻ ഈക്വൽസ് ഫസ്റ്റ് കണ്ടക്ഷന്റെ ഇക്വേഷൻ എന്ത് വരും? ഈ ഇക്വേഷൻ എഴുതിയ K1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഈ പോർഷന്റെ കണ്ടക്ടിവിറ്റി K1 ഇൻറ്റു അവിടുത്തെ ഏരിയ ഇൻറ്റു എന്ത് വരും? T1 മൈനസ് T2. അതായത് T1 മൈനസ് T2 എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചാൽ കണ്ടക്ഷൻ ആണ്, ഈ ഒരു പോർഷന്റെ മാത്രം കണ്ടക്ഷൻ ആണ് എടുക്കുന്നത്. ഇത് T1ഉം ഇത് T2 ആണ്. ഓക്കെ, അപ്പൊ K ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിർത്തിയിട്ട് ചോദിക്കുക കേട്ടോ. ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറയാം. K1 ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ L1, കാരണം എന്താ? ഇവിടുത്തെ L1. ഇനി അതേപോലെ രണ്ടാമത്തെ ഇവിടുത്തെ എന്ത് വരും? K2 ഇൻറ്റു A ഇൻറ്റു T, ഇത് T2 ആണ്. T2 മൈനസ് ഹയർ ടെമ്പറേച്ചർ മൈനസ് T3 ഡിവൈഡ് ബൈ L2. ഓക്കെ, ഇനി ഇവിടുത്തെ എന്താണ്? ഈ ഭാഗത്തിൻ്റെ മാത്രം ഇക്വേഷൻ എഴുതിയാലോ. K3 ഇൻറ്റു A ഇൻറ്റു T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ എന്ത് വരും? L3 വന്നു. ഇത് എങ്ങനെയാണ്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ എഴുതാം? ഞാൻ ഈ പോർഷൻ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ക്യൂ കണ്ടക്ഷൻ എന്നുള്ളത് എങ്ങനെ എഴുതാം? അതായത് ഇത് കണ്ടോ, ഈ T1 മൈനസ് T2 ഉണ്ടല്ലോ, അതവിടെ ഇട്ടിട്ട് ഈ K1A താഴെ കൊണ്ടുപോകുന്നു, L1ന്റെ താഴെ കൊണ്ടുവരുന്നു. T2 മൈനസ് T3 അവിടെ ഇട്ടിട്ട് K2/A ഇവിടെ ബൈ ആയിട്ട് കൊണ്ടെഴുതുന്നു. അതേപോലെ T3 മൈനസ് T4നെ അവിടെ ഇട്ടിട്ട് K3/A താഴെ കൊണ്ടെഴുതുന്നു. അതൊന്ന് നമ്മൾ തെർമൽ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് T1 മൈനസ് T2, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന K1A ഡിവൈഡ് ബൈ L1/K1A എന്ന് എഴുതി. ഓക്കെ, ആ K1A മേളിലുണ്ടായിരുന്നത് താഴെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാട്ടോ. T2 മൈനസ് T3 ഡിവൈഡഡ് ബൈ എന്ത് വരും? L2 ബൈ എന്ത് വരും? അമൽ കേൾക്കുന്നുണ്ടോ? അക്ഷയ്, അമൽദേവ് കേൾക്കുന്നുണ്ടോ?
അക്ഷയ് എം ബി ശ്രദ്ധിക്കുന്നുണ്ടോ? അക്ഷയ് എം ബി. ഉണ്ട് സാർ. അപ്പൊ എന്ത് വരും? L2 ഡിവൈഡ് ബൈ K2 by K2 A. A. അതായത് ഇവിടെ അല്ലായിരുന്നോ? അതിനെ അതേപോലെ കൊണ്ടുവരുമല്ലേ. ഇനി അടുത്തത് എന്ത് വരും? T3 മൈനസ് T4 ഡിവൈഡ് ബൈ L3 by L3 ബൈ K3 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് കണ്ടക്ഷൻ്റെ എഴുതി. ഇനി ഈക്വൽസ് ക്യൂ കൺവെക്ഷൻ ആണ്. ഇനി ആ ക്യൂ കൺവെക്ഷനെ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച്. ഇപ്പം ഒരു കാര്യം ചെയ്യാം. അതിനു മുമ്പ് ഈ ടേമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എല്ലാത്തിനെയും ക്യൂ കണ്ടക്ഷൻ ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ K1A ഈക്വൽസ് T1 മൈനസ് T2 എന്ന് കിട്ടി അല്ലേ? T1 മൈനസ് T2 എന്ന് കിട്ടി. ഇനി ഇത് മാത്രമേ എടുത്തിട്ടുള്ളേ, ഇത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ L1 ബൈ K1A നമുക്ക് R1 എന്ന് എഴുതാം. അപ്പം നമുക്ക് ക്യൂ കണ്ടക്ഷൻ ഇൻറ്റു R1 എന്ന് എഴുതാം ഈക്വൽസ് T1 മൈനസ് T2. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ആ R1 എഴുതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. R എന്ന് പറഞ്ഞാൽ എന്താ? L ബൈ KA ആണ്. ഓക്കെ, അത് L1 ബൈ K1A ആയപ്പോൾ എന്താ? K1 എന്നെടുത്തു. സോറി, R1 എന്നെടുത്തു. K അല്ല, സോറി, R റെസിസ്റ്റൻസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ Q ഇൻറ്റു L2 ഇതിനെ മുകളിലോട്ട് കൊണ്ടുവന്നു. L2 ഡിവൈഡ് ബൈ K2 A ഈക്വൽസ് T2 മൈനസ് T3. ഓക്കെ, അപ്പം നമ്മൾ ഈ ടേമിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് എഴുതാം? R2 എന്ന് എഴുതാം. അപ്പോൾ Q ഇൻറ്റു കണ്ടക്ഷൻ വീണ്ടും എഴുതുന്നില്ല. Q ഇൻറ്റു R2 ഈക്വൽസ് എന്ത് വന്നു? T2 മൈനസ് T3 എന്ന് വന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞ ശിവകുമാറെ, Q ഇൻറ്റു R3 equal to T3 minus T4. അല്ല, R3ക്ക് മുമ്പേ L3 ഡിവൈഡ് ബൈ K3A divided by T3. ഈക്വൽസ് T3 മൈനസ് T4. അപ്പോൾ ഈ ടൈമിന് എന്ത് എഴുതാം? Q ഇൻറ്റു R3 ഇൻറ്റു ഈക്വൽസ് എന്ത് എഴുതാം? T3 മൈനസ് T4 എന്ന് എഴുതാം. അത്രയായില്ലേ? അപ്പോൾ ഇനി ഒരു ക്യൂ കൺവെക്ഷൻ കൂടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ക്യൂ കൺവെക്ഷനെയും കൂടെ അങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ. ക്യൂ കൺവെക്ഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂ കൺവെക്ഷൻ നമ്മൾ എന്തുവായിരുന്നു മുമ്പേ കിട്ടിയത്? ക്യൂ കൺവെക്ഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടിയത് ഇക്വേഷൻ? HA ഇൻറ്റു A ഇൻറ്റു TA മൈനസ് T1, അത് ലെഫ്റ്റ് സൈഡിലെ. ഇനി HB ഇൻറ്റു A ഇൻറ്റു T4 മൈനസ് TB റൈറ്റ് സൈഡിൽ. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ. ക്യൂ കൺവെക്ഷൻ ഡിവൈഡഡ് ബൈ ഈ HA താഴോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ HA ഈക്വൽസ് TA മൈനസ് T1 എന്ന് കിട്ടി. ഓക്കെ, ഈക്വൽസ് 1 സെക്കൻഡ്. ഓക്കെ, അത് ഈ ടൈം ഇത്രേ. ഇനി അടുത്തത് വരുന്നത് ക്യൂ കൺവെക്ഷൻ ഡിവൈഡ് ബൈ HB താഴോട്ട് കൊണ്ടുവന്നു. HB ഇൻറ്റു A ഈക്വൽസ് എന്ത് വന്നു? T4 മൈനസ് TB എന്ന് വന്നു. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ക്യൂ കൺവെക്ഷൻ ഇൻറ്റു 1/HA എന്നല്ലേ അതിൻ്റെ അർത്ഥം? TA മൈനസ് T1. ഇനി ഈ 1/HA എന്ന് പറഞ്ഞാൽ എന്താ വൈശാഖെ? 1/HA എന്ന് പറഞ്ഞാൽ എന്താ? തെർമൽ കൺവെക്ഷൻ അല്ല, തെർമൽ റെസിസ്റ്റൻസ് ഇൻ കൺവെക്ഷൻ അല്ലേ? അപ്പം Q ഇൻറ്റു HA ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? RA എന്ന് എഴുതാം. ഈക്വൽസ് എന്ത് വന്നു? TA മൈനസ് T1 എന്ന് വന്നു. ഓക്കെ, അപ്പം Q ഇൻറ്റു RA ഈക്വൽ TA മൈനസ് TA എന്ന്. ഇനി ക്യൂ കൺവെക്ഷൻ ഇതെങ്ങനെ വരും? ക്യൂ കൺവെക്ഷൻ ഇൻറ്റു 1/HB ഇൻറ്റു A ആണ്. അപ്പോൾ ഇതെന്ത് വരും? എന്ത് വരും അക്ഷയ് എം ബി? കേൾക്കുന്നില്ലേ? T4 മൈനസ് TB. അപ്പോൾ ഇതെന്ത് വരും അക്ഷയ് ഷാജി? എന്ത് വരും ഇത്? Thermal resistance conversion
റൈറ്റ് സൈഡ്. അപ്പൊ എന്ത് വരും? ക്യൂ ഇൻറ്റു ആർ ബി അല്ലേ? എന്തുകൊണ്ട് ആർ എടുത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ സിമ്പിൾ റൈറ്റ് ഇട്ടത്? സൈഡ്. ഓക്കെ. അപ്പോൾ എന്ത് മനസ്സിലായി നമുക്ക്? കൺവെക്ഷൻ്റെ ഇങ്ങനെ ക്യൂ ഇൻറ്റു ആർ ബി ടി എ മൈനസ് ടി വൺ ഇങ്ങനെ കിട്ടി. അതേപോലെ കണ്ടക്ഷൻ്റെ എന്ത് കിട്ടി? ഇവിടെ എഴുതിയിരിക്കുന്നത് T4 മൈനസ് ടി ബി കേട്ടോ. T4 മൈനസ് ടി ബി. ഓക്കെ, റൈറ്റ് സൈഡിലെ ടെമ്പറേച്ചർ കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, എല്ലാം കിട്ടി. ക്യൂവിനെയും ഓരോ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടി. കൺവെക്ഷൻ്റെ കേസിലും കണ്ടക്ഷൻ്റെ കേസിലും ഈ R1 R2 R3 എന്ന് പറയുന്നത് ഏതാണ്? കണ്ടക്ഷൻ്റെ കേസിലുള്ള റെസിസ്റ്റൻസും RA RB എന്ന് നമുക്ക് കിട്ടിയത് ഏതാ? കൺവെക്ഷൻ്റെ ടൈമിലുള്ള റെസിസ്റ്റൻസ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എല്ലാം കൂടെ മനസ്സിലായി നമുക്ക്. എന്താ ഈ ക്യൂ ഇതെല്ലാം നമുക്ക് കിട്ടിയത് കൺവെക്ഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിനെ എല്ലാം കൂടെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇതാ നോക്കിയേ, ക്യൂ ഈക്വൽസ് അതിനു മുമ്പ് ഈ ഫിഗർ നോക്കുക. ആ ഫിഗറിലൊന്നും കാണില്ലല്ലേ? ഓക്കെ, ഫിഗർ ഒന്നും കാര്യം. ഈ ഫിഗറിൽ കോമ്പസിറ്റ് വോളിൽ 3 കോമ്പസിറ്റ് വോളായിരുന്നു. ഓക്കെ, ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടി എ, ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടി ബി ആണെന്ന് കിട്ടി. ഇത് T1 ആയിരുന്നു, ഇത് T2 ആയിരുന്നു, ഇത് T3 ആയിരുന്നു, ഇത് T4 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ടി എ മൈനസ് ടി ബി അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ടി എ മൈനസ് ടി ബി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ക്യൂ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ക്യൂ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് കിട്ടും. ടി എ മൈനസ് ടി ബി ഈക്വൽസ് ക്യൂ ഇൻറ്റു ആർ എന്ന് കിട്ടും. അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമുക്ക് കിട്ടിയ എല്ലാ ടേമിനെയും കൂടെ എഴുതുക. എല്ലാ റെസിസ്റ്റൻസും എന്ത് കിട്ടി? ക്യൂ ഇൻറ്റു ആർ എന്തായിരുന്നു? കൺവെക്ഷൻ്റെ, പ്ലസ് ഫസ്റ്റിലത്തെ ഇവിടുത്തെ എന്താ? R1 കണ്ടക്ഷൻ്റെ, സെക്കൻഡ് R2 പ്ലസ് R3 പ്ലസ് RB, അതായത് ഇവിടുത്തെ ലാസ്റ്റ് RB. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ക്യൂ ഈക്വൽസ്, ഈ ക്യൂ ഈക്വൽസ് എന്ന് എഴുതിയാൽ എന്ത് വരും? ടി എ മൈനസ് ഡിവിഷന് വരും മറ്റേത്, ടി എ മൈനസ് ടി ബി ഡിവൈഡഡ് ബൈ RA പ്ലസ് R1 പ്ലസ് R2. അമൽജിത്തെ മനസ്സിലാവുന്നുണ്ടോ? R3 പ്ലസ് RB. അമൽജിത്ത് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട് സാർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഈക്വൽസ് ടി എ മൈനസ് ടി ബി ഇൻറ്റു RA പ്ലസ് R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് എഴുതാൻ പറ്റും? ക്യൂ എന്ന് പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടി എ മൈനസ് ടി ബി എന്ന് പറയുന്നത് ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? തെർമൽ റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് കിട്ടിയത്? ഓവറോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ടി എ മൈനസ് ടി ബി. ഇനി തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൺവെക്ഷൻ റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ്റെ ഫസ്റ്റ്, കണ്ടക്ഷൻ്റെ സെക്കൻഡ്, കണ്ടക്ഷൻ്റെ തേർഡ്, കൺവെക്ഷൻ്റെ റൈറ്റ് സൈഡിലെ RB. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ T0, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടി എ മൈനസ് ഓവറോൾ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ സിഗ്മ ആർ. സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ എന്താ? സമ്മെന്നേ ഉള്ളൂ. സിഗ്മയുടെ അർത്ഥം സമ്മ് എന്ന്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നമുക്കതിനെ എങ്ങനെ എഴുതാം? ഈ ആർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു R ഈക്വൽസ് എൽ ബൈ കെ എ എന്നെഴുതാം അല്ലേ? R ഈക്വൽസ് എൽ ബൈ കെ എന്ന്. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? അത് കണ്ടക്ഷൻ്റെ. ഓക്കെ, ഇനിയും കൺവെക്ഷൻ്റെ റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ എങ്ങനെ എഴുതാം? 1/HA എന്ന് എഴുതാം. അപ്പം നമ്മൾ ഈ RAയും R1നെയും R2നെയും R3യെയും RBയെയും റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒന്ന് എഴുതാൻ പോവാം. നോക്കിയേ, ക്യൂ ഈക്വൽസ് ടി എ മൈനസ് ടി ബി ഡിവൈഡഡ് ബൈ എന്താ? ഫസ്റ്റിലത്തെ RA അല്ലായിരുന്നോ? RAയുടെ പ്ലേസിൽ എന്ത് എഴുതും? 1/HA. ഫസ്റ്റ് 1/HA
എ എന്ന് എഴുതും. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇവിടെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ്റെ സെക്കൻഡ് റെസിസ്റ്റൻസ്, കണ്ടക്ഷൻ്റെ തേർഡ് റെസിസ്റ്റൻസ്, കൺവെക്ഷൻ്റെ റെസിസ്റ്റൻസ്. ഇത് RA, ഇത് R1, ഇത് R2, ഇത് R3, ഇത് RB. ഓക്കെ, ഈ RAയുടെ ടൈം നമുക്കറിയാം, അത് കൺവെക്ഷൻ ആയതുകൊണ്ട് 1/h എന്ന് എഴുതി. കൺവെക്ഷൻ ആയതുകൊണ്ട് വെളിയിൽ നിന്ന് കയറുന്നുണ്ട്. ഇത് കണ്ടക്ഷൻ ആയതുകൊണ്ട് എന്താ L1 ഡിവൈഡഡ് ബൈ K1A എന്ന് എഴുതി. ഇതും കണ്ടക്ഷൻ ആയതുകൊണ്ട് എന്താ അവിടുത്തെ ഇക്വേഷൻ L1 ഡിവൈഡ് ബൈ K2A എന്ന് കിട്ടി. ഓക്കെ, എല്ലാവരും ഇല്ലേ? ഷോൺ കേൾക്കുന്നുണ്ടോ? അഭിഷേക് കേൾക്കാവോ? ആ സാർ കേൾക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ സാർ. സോറി, ഇവിടെ L2 ആണ് കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണേ. ഞാൻ എന്തെങ്കിലും തെറ്റെഴുതി കഴിഞ്ഞാൽ L2 ഡിവൈഡ് ബൈ L3 K3A പ്ലസ് എന്ത് വരും, ഇത് RB 1/HB ഇൻറ്റു A എന്ന് വന്നു. ഓക്കെ, ഇത്രയും കിട്ടി. നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ A ഉണ്ടല്ലോ, ഈ A എല്ലായിടത്തും ഈ A നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? Q ഈക്വൽസ് A ഇൻറ്റു TA മൈനസ് TB ഡിവൈഡഡ് ബൈ 1/HA. ഈ A അങ്ങ് പോയല്ലോ മേളിൽ, പ്ലസ് L1 K1 പ്ലസ് L2 K2 പ്ലസ് L3 K ഡിവൈഡ് ബൈ K3 പ്ലസ് 1/HB. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യാം. ഈ ടേമിൽ നിന്ന് നമ്മൾ A ഇൻറ്റു TA മൈനസ് A ഇൻറ്റു TA മൈനസ് TB, A ഇൻറ്റു TA മൈനസ് TB അവിടെ ഇട്ടിട്ട് നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ 1/, ഞാനത് വീണ്ടും എഴുതാൻ അപ്പുറത്ത് എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് എഴുതുക. ഇത് കണ്ടോ, U ഈക്വൽസ്, അതായത് അവിടെ നമുക്ക് ഈ A ഇൻറ്റു TA മൈനസ് TB അങ്ങോട്ട് മാറ്റി നിർത്തി, അതവിടെ നിൽക്കട്ടെ, അതവിടെ തന്നെ ഉണ്ട്. പക്ഷേ ബാക്കി ടേമിനെ എല്ലാം കൂടെ നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ A ഇൻറ്റു TA മൈനസ് TB ഉണ്ട് കേട്ടോ. ഇത്രയും ഈ A ഇൻറ്റു TA മൈനസ് TB ഒഴിച്ചിട്ട് ബാക്കി ടേമിനെ എല്ലാം കൂടെ നമുക്ക് U എന്ന് വിളിക്കാം. ആ U ആണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് U. ഓക്കെ, ഈ ഇക്വേഷനിൽ A ഇൻറ്റു TA മൈനസ് TB അവിടെ ഉണ്ട്. പക്ഷേ ഇനി അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? Q ഈക്വൽസ് ഇത്രയും ടേമിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് U എന്ന് എഴുതാം. U ഇൻറ്റു ബാക്കി ഇവിടെ കിടപ്പുണ്ട് UA TA മൈനസ് TB എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ Q ഈക്വൽസ് UA TA മൈനസ് TB. അപ്പോൾ നമുക്ക് പുതിയൊരു ടൈം കിട്ടി, U, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ്. K നമ്മൾ ഫോറിയർ ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചു, K തെർമൽ കണ്ടക്ടിവിറ്റി. കൺവെക്ഷനിൽ നിന്ന് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നിന്ന് നമ്മൾ H എന്ന് പഠിച്ചു, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ്. ഇനി കൺവെക്ഷനും കണ്ടക്ഷനും ഒരുമിച്ച് നടന്നപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടിയെന്ത്? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ്. അവിടെ ഒരു ടൈം മാത്രമല്ല, Hഉം വന്നിട്ടുണ്ട്, Kയും വന്നു. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ സം ചെയ്തപ്പോൾ നമുക്ക് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് കിട്ടി. ഓക്കെ, ഇത്രയുമാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നമ്മൾ ഇത് നമ്മൾ പഠിക്കുന്നത് കണക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് Q ഈക്വൽസ് എന്ത് കിട്ടി? UA ഇൻറ്റു TA മൈനസ് TB എന്ന് കിട്ടി. ഓക്കെ, ഇനി അത്രയുമാണ് നമ്മുടെ ഒരു കോമ്പസിറ്റ് വോളിൽ കൂടെ ഉള്ള ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, നമ്മളതിനെ കണ്ടുപിടിക്കാൻ, കണക്കുകളെല്ലാം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ ഇക്വേഷൻസ് ഒന്നും കാണാതെ പഠിക്കേണ്ട, ഡയറക്റ്റ് ഡേറ്റാ ബുക്കിലുണ്ട്. ഞാൻ പറഞ്ഞു, ഡേറ്റാ ബുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൽ എല്ലാ ഇക്വേഷൻസും ഉണ്ട്. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഒരു എക്സാമ്പിൾ എടുക്കുക. എക്സാമ്പിൾ എങ്ങനെയാണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എടുക്കുന്നത്? ഇതാ ഇവിടെ നോക്കിയേ, ഒരു കോമ്പസിറ്റ് വോള്. അത് ഒരു കോമ്പസിറ്റ് വോൾ എന്ന് പറയുന്നത് ഇതാ നോക്കിയേ, കുറേ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. ഇവിടെ ഒരു കണ്ടക്ടിവിറ്റി K1, ഇവിടെ ഒരു കണ്ടക്ടിവിറ്റി K2, ഇവിടെ ഒരു കണ്ടക്ടിവിറ്റി, ശിവകുമാറെ കേൾക്കുന്നുണ്ടോ? കണ്ടക്ടിവിറ്റി K3, ഇവിടെ K4, ഇവിടെ K5, ഇവിടെ
K6. അതായത് ഒരുപാട് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള കുറേ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ എന്തായിരിക്കും, അവിടെ നിൽക്കട്ടെ, അറ്റ്മോസ്ഫിയറിലെ എന്തായിരിക്കും HA അല്ലേ. ഇനി റൈറ്റ് സൈഡിലെ എന്തുമായിരിക്കും വൈശാഖ്? HB. HB എന്ന് എടുക്കാം. ഓക്കെ, HB-ന്നോ HC-ന്നോ എന്തെങ്കിലും എഴുതും, പക്ഷെ നമ്മൾ കോമൺ ആയിട്ടുള്ള എടുക്കുക. ഇനി ഇവിടെ അറ്റ്മോസ്ഫിയറിന്റെ TA എന്ന് എടുക്കാം, റൈറ്റ് സൈഡിലെ TB എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1, ഇവിടുത്തെ L2, ഇവിടുത്തെ L3. ഓക്കെ, ഇത്രയും നമുക്കറിയാം. ഇനി ഇവിടുത്തെ U എങ്ങനെ എഴുതും? നമുക്ക് കിട്ടി Q ഈക്വൽ ഈക്വൽസ് UA TA മൈനസ് TB എന്ന് കിട്ടി. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇനി ആ U മാത്രമായിട്ട് എടുക്കുക. U മാത്രമായിട്ട് എങ്ങനെ എടുക്കുന്നത്? U എന്താ പറഞ്ഞത്? 1 എന്താണ് 1/h പ്ലസ് 1/L/Ka. ആ ഇക്വേഷൻ ആയിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫറിനെ എങ്ങനെ എഴുതാം? ഒരു 1 ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം? ഫസ്റ്റിലത്തെ എന്ത് വരും? ഇവിടുത്തെ എന്ത് വരും? 1/HA. അവിടുത്തെ ശരിക്കുള്ള റെസിസ്റ്റൻസ് 1/HA ആയിരുന്നു. പിന്നെന്ത് വരും? ഫസ്റ്റ് ഇവിടുത്തെ കണ്ടക്ഷൻ്റെ L1 ഡിവൈഡ് ബൈ K1A പ്ലസ് L2 ഡിവൈഡ് ബൈ K2A പ്ലസ് L3 ഡിവൈഡ് ബൈ K3A പ്ലസ് എന്ത് വരും? റൈറ്റ് സൈഡിൽ ഇത് 1/HB ഇൻറ്റു A വരും. ഇനി ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് U എന്ന് പറയാൻ പറ്റില്ല. യുവിൻ്റെ ടൈമിൽ ഈ A എടുത്ത് മേളിലിട്ടു. ഈ മേളിലിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് U ആയി കിട്ടിയത്. അപ്പോൾ എങ്ങനെ വരും? ഫസ്റ്റിലെ കൺവെക്ഷൻ ടൈം 1/HA പ്ലസ് 1/HB പ്ലസ് L1 ഡിവൈഡ് ബൈ K1 പ്ലസ് L2 ഡിവൈഡ് ബൈ K2 പ്ലസ് L3 ഡിവൈഡ് ബൈ K3 എന്ന് വന്നു. അപ്പോൾ എന്ത് വന്നു? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നമുക്കൊരു കോമൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ വന്നു? 1 ഡിവൈഡ് ബൈ HA പ്ലസ് HB എന്താ കൺവെക്ഷൻ പ്ലസ് സം ഓഫ് 1 ഈക്വൽ ടു I ഈക്വൽ ടു 1 to n. I ഈക്വൽ ടു 1 to n ആൻഡ് Li/Ki. ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം അതായത് കണ്ടക്ഷൻ എല്ലാം കൂടെ സം ചെയ്യുന്നതാണ്, ഇവിടെ കൺവെക്ഷൻ സം ചെയ്യുന്നതാണ്. അപ്പോൾ U എന്ന് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേറൊരെണ്ണം കിട്ടിയായിരുന്നു നേരത്തെ. ഓക്കെ, അപ്പം നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ പല കൺവെക്ഷൻ കോഎഫിഷ്യന്റ് പല കണ്ടക്ടിവിറ്റി ഉള്ളത് വന്നാലും കൺവെക്ഷൻ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ് വന്നാലും നമ്മൾ അതിനെ സം ചെയ്യാം. ഇനി Q ഈക്വൽസ് എന്താ നമുക്ക് കിട്ടിയായിരുന്നു? TA മൈനസ് TB ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, TA മൈനസ് TA എന്ന് പറഞ്ഞാൽ ഡെൽറ്റ T ഡിവൈഡ് ബൈ R എന്ന് കിട്ടി. ഓക്കെ, ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പ്രോബ്ലമാണ്, ഇനി മുതൽ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഡേറ്റ ബുക്ക് എടുക്കുക. ഡേറ്റ ബുക്കിലെല്ലാം ഉണ്ട്. ഡേറ്റ ബുക്കിലെല്ലാം എടുത്തോ? ഓക്കെ, ഡേറ്റ ബുക്ക് എടുക്കുക. ഡേറ്റ ബുക്കിന്റെ ഫസ്റ്റ് പേജ്. ഈ ഡേറ്റ ബുക്കിലെ എല്ലാവരും ഇരിക്കുന്നത് ഈ ഡേറ്റ ബുക്കല്ലേ അല്ലേ? റെസ്പോണ്ട് ചെയ്യട്ടോ ചോദിക്കുമ്പോ. ഓക്കെ, ദെൻ അതിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് എടുത്ത് ഫസ്റ്റ് പേജ് എടുക്കുക. 1 സെക്കൻഡ്, ഞാൻ ഡേറ്റ ബുക്ക് എടുക്കട്ടെ. ഫസ്റ്റ് പേജ് എടുക്കുക, ഈ ഒരു പേജ്, കണ്ടന്റ് ഉള്ള പേജ്. അപ്പോൾ എന്താ? പ്രോപ്പർട്ടി വാല്യൂസ്, മെറ്റൽസ്, അലോയ്സ്. അതൊന്ന് വായിച്ചേ അമൽജിത്തെ. അമൽജിത്ത് കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കേ. അമൽജിത്ത് ലെഫ്റ്റോ? അക്ഷയ് ഷാജി ഇല്ല. ശിവകുമാർ എന്ന് വായിച്ചേ. പ്രോപ്പർട്ടി വാല്യൂസ്, മെറ്റൽസ്, അലോയ്സ്, മെറ്റാലിക് സോളിഡ്സ്, നോൺ മെറ്റാലിക് സോളിഡ്സ്, കോമൺ മെറ്റീരിയൽസ്, ഇൻസുലേറ്റിംഗ് ബിൽഡിംഗ് ആൻഡ് അതർ മെറ്റീരിയൽസ്, തെർമോപ്ലാസ്റ്റിക് ഡിസൈൻസ്, തെർമോസെറ്റ് ഡിസൈൻസ്, ലിക്വിഡ്സ്. ഓരോ പ്രോപ്പർട്ടി വാല്യൂസ് അതിലുണ്ട്. അതെ, ഓരോ പ്രോപ്പർട്ടി വാല്യൂസ് ഉണ്ട്. പിന്നെ കണ്ടക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്. പിന്നെ അപ്പുറത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, മാസ് ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമ്മളിപ്പം പഠിക്കുന്ന കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷന്റെ പേജ് നമ്പർ എത്രയാ?
എത്രയാ വൈശാഖേ? അതൊന്ന് എടുത്തേ. 44. ആണ്. 44-ാമത്തെ പേജ് എടുക്കുക. 44-ാമത്തെ പേജ്. ഓക്കെ, ഈ ഫോട്ടോ ഒരു ക്ലിയർ അല്ല. 1 സെക്കൻഡ്. ഞാൻ ഇതാ, ഇതല്ലേ 44-ാമത്തെ പേജ്? അഭിഷേകിന്റെ ഇല്ലല്ലേ? ഓക്കെ. ശിവകുമാർ പിന്നാരാ ഉള്ളേ? 53-ാമത്തെ പേജ് സർ. അത് ഏതാടാ എഡിഷൻ? 9th edition. ഓ, 9th എഡിഷൻ. നീ ലേറ്റസ്റ്റ് മേടിച്ച? സാറാ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടത് തന്നെ. അല്ല, സാറ് ലിങ്ക് ഇട്ടത് തന്നെ ആ ഗ്രൂപ്പിൽ. അത് 8th എഡിഷൻ. ശരി, ഇതിന്റെ നീ 9th ആണോ നിന്റെ? എൻ്റെ 9th. ഓക്കെ, സെയിം പേജ് തന്നെ അല്ലേ? വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അതിൽ ചെറിയ പുതിയ എഡിഷൻ വരുമ്പോ ചെറിയ ചെറിയ വ്യത്യാസം. അല്ലെ, ഇതുപോലെ തന്നെയല്ലേ? മുകളിൽ ഹീറ്റ് ഫ്ലോ എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഇക്വേഷൻസും ഇതിൽ തന്നെയുണ്ട്. നിങ്ങളൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്ങനെയാ ചെയ്യുന്നതും ബേസിക് അറിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതാ നോക്കി, 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു, നമ്മൾ ഡിറൈവ് ചെയ്തു. അത് ഡിറൈവ് ചെയ്തതിന്റെ ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ചിലപ്പോൾ അത് ചോദിക്കും, ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം മതി. ഇനി ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ആർ ആണെന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്, ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ആർ. ഇനി ഡെൽറ്റ ടി നമുക്ക് കിട്ടും എങ്ങനെ? കണക്കിൽ ഇപ്പം ഒരു ടി എയോ ടി ബി ഓവറോൾ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ഡെൽറ്റ ടി ഓവറോൾ നമുക്ക് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ഇതാ നോക്കിയേ, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിഗറും. ആ പേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഇത് പോയല്ലോ, 1 സെക്കൻഡ്. അല്ല, ഒരു സെക്കൻഡ്. ഞാൻ നോക്കിയേ, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കാണാം, അതുപോലെ കോറിലേഷൻ ആൻഡ് വാലിഡിറ്റി കാണാം, നൊട്ടേഷൻസ് കാണാം. ഇത് നോക്കിയേ, ഇതാ കണ്ടക്ഷൻ. അതെന്താണ്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കണ്ടക്ഷൻ ത്രൂ പ്ലെയിൻ ബോൾ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചില മനസ്സിലാവും അത് പ്ലെയിൻ ബോളിൽ കൂടെ ഉള്ളതാണ്. അപ്പം പ്ലെയിൻ ബോളിൽ കൂടെ ഉള്ളതാണെങ്കിൽ എന്താ, അതിന്റെ ഇക്വേഷൻ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് കിടപ്പുണ്ട്. എന്താ? R=L/K ആണ്. എന്താ? കണ്ടക്ഷന്റെ റെസിസ്റ്റൻസ് L/K ആണെന്ന് ഓൾറെഡി അതിനകത്തുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിച്ച 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഇതാണ്. T1 മൈനസ്, ഇതിനെ നമ്മൾ എഴുതിയത് ഈ എല്ലിനെയും എക്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതിയത്. അത് ഇവർ തിരിച്ചെഴുതിയിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓൾറെഡി ആ 2 ഇക്വേഷനും ഉണ്ട്. R റെസിസ്റ്റൻസിന്റെ ഉണ്ട്, L/K ആണ്. ഇനി ഓരോ ടേമും എന്തൊക്കെയാണ് ഇത് നോക്കി. ഡെൽറ്റ ടി ഓവറോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, R തെർമൽ റെസിസ്റ്റൻസ് ഇൻ കെൽവിൻ പെർ വാട്ട്, കിലോ പെർ വാട്ട് അല്ല, കെൽവിൻ പെർ വാട്ട് ആണ്. അതുപോലെ ഹീറ്റ് ഫ്ലോ വാട്ട്, തെർമൽ കണ്ടക്ടിവിറ്റി വാട്ട് പെർ മീറ്റർ കെൽവിൻ, ഏരിയ മീറ്റർ സ്ക്വയർഡ്, തിക്നെസ് KM എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി TW എന്താണ്? വോൾ ടെമ്പറേച്ചർ ആണ്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ പറഞ്ഞു, അതായത് നോക്കി, എക്സ് ഡിസ്റ്റൻസ് മാറിയാണ്. ഇപ്പം ഇവിടുത്തെ ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ വേണം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. എക്സിൻ്റെ ടൈമിലുള്ള എല്ലാം അതിൽ കിടപ്പുണ്ട്. അത് നമുക്ക് പഠിക്കാം, വരുന്ന വഴിക്കും മനസ്സിലാവും. ഞാൻ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, വൈശാഖ കണ്ടോ? ഓക്കെ, നിങ്ങൾ ഈ വിഷയത്തിൻ്റെ കണക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാത്തതിൻ്റെ മാത്രം കുഴപ്പമാണ്, അല്ലാതെ പഠിക്കാത്തതിൻ്റെ കുഴപ്പമില്ല. ഞാൻ അതായത് പറയുന്നതിൻ്റെ റീസൺ, ഇതിലെല്ലാ ഇക്വേഷൻസും ഉണ്ട്. അപ്പം നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതേപോലെ യൂണിറ്റിൻ്റെ മാർക്ക് പോകത്തില്ല. എല്ലാ യൂണിറ്റും 6 പല ഡേറ്റാ ബുക്കിലും ഇങ്ങനെ കിടപ്പില്ല. ഡേറ്റാ ബുക്കിലൊക്കെ വാല്യൂസ് മാത്രമായിട്ടേ കിടപ്പുള്ളൂ. ഇതിൽ നമുക്ക് വാല്യൂസും ഉണ്ട്, അതേപോലെ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുമുണ്ട്. ഇനി അടുത്ത പേജ് ഒന്ന് നമുക്ക് നോക്കിയാലോ. അടുത്ത പേജ്, സെക്കൻഡ് പേജ്. സെക്കൻഡ് പേജ് ഒന്ന് എടുത്ത് വായിച്ചേ. അടുത്ത പേജിലെ ശിവകുമാർ ഒന്ന് വായിച്ചേ. ശിവകുമാർ പോയോ? ഇല്ലല്ല,
ഒന്ന് വായിച്ചേ. ഹോളോ സിലിണ്ടർ അല്ലേ? ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടറിന്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ? ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഏതാണ് റേഡിയസ്, എവിടെയാണ് T1 എന്നുള്ളത്, എവിടെയാണ് TE എന്നുള്ളത്. അതേപോലെ ആറിന്റെ അതൊക്കെ നമ്മൾ പഠിക്കും, അത് പഠിക്കാൻ വരുന്നേ ഉള്ളൂ. R = 1/2πKL ln R2 R1 / 1. നമ്മളിപ്പം പഠിച്ച ആ പേജിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് നോക്കുക. ആ ലാസ്റ്റിൽ നോക്കിക്കേ, ആ പേജിൽ എന്താ കോമ്പസിറ്റ് ബോൾ ആണത്. കോമ്പസിറ്റ് ബോളിന്റെ L1 എന്താണ്, L2 എന്താണ്, L3 എന്താണ്, HA, HB, TA, T1, T2, T3, T4 എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് കോമ്പസിറ്റ് പ്ലെയിൻ ബോൾ വിത്ത് കൺവെക്ഷൻ ഓൺ ബോത്ത് സൈഡ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഫിഗർ വരയ്ക്കും. ആ ഫിഗർ മാത്രം വരയ്ക്കുമ്പോൾ ആ ഫിഗർ വരയ്ക്കാനുള്ള മനസ്സിലാക്കൽ മാത്രം മതി, ബാക്കിയെല്ലാം ഡയറക്റ്റ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ തൊട്ട് മുമ്പ് ആദ്യത്തെ പേജിൽ കോമൺ ആയിട്ട് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഹീറ്റ് ഫ്ലോ കണ്ടുപിടിക്കേണ്ടതെന്ന്, ΔT / ഓവറോൾ എന്ന്. അപ്പോൾ ΔT ഓവറോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഇനി ആറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ആറിന്റെ ഇക്വേഷൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം പഠിച്ച ഇക്വേഷൻ 1/. ഇനി ഈ എ മണ്ടയ്ക്ക് എഴുതിയിട്ട് എഴുതുവാണെങ്കിൽ U ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് വേണ്ട. നമ്മുടെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കിട്ടി. അപ്പം Q = ΔT ഓവറോൾ / എന്താ റെസിസ്റ്റൻസ് R ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ ΔT ക്വസ്റ്റ്യനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. ഈ R കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫിഗറും ഉണ്ട്. ഓക്കെ, ഈസിയാണ്. ഇനി ആ TA എന്താണ്, TB എന്താണ്, L1 എന്താണ്, L2 എന്താണ്. ഇനി അതാ ഇവിടെ നോക്കിക്കേ, ΔTയുടെ ഇക്വേഷൻ ഡയറക്റ്റ് അവിടെ കിടപ്പുണ്ട്. ΔT എന്ന് പറയുന്നത് Q × R ആണെന്ന് കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് അപ്പം Qന്റെ ഇക്വേഷൻ Q = Q ചോദിച്ചെങ്കിൽ ΔT / R എന്ന് എഴുതാം. ഇനി ΔT ചോദിച്ചിരുന്നെങ്കിൽ Q × R എന്ന് എഴുതാം. അങ്ങനെ ഡയറക്റ്റ് എല്ലാം കിടപ്പുണ്ട്. അതുകൊണ്ട് മിസ്സാക്കരുത് ക്ലാസ് അടുത്ത്. കാരണം ഈ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി അതിന്റെ അടുത്ത പേജ് ഒന്ന് എടുത്തേ. അതിന്റെ അടുത്ത പേജ് 1 സെക്കൻഡ്. അടുത്ത പേജിൽ എന്താ ഹെഡിങ്, എന്താ നോക്കി. അമൽജിത്ത് കേക്കാവോ? കേൾക്കാം സർ. ഇത് ഡേറ്റ ബുക്ക് നോക്കുന്നുണ്ടോ? സർ ഡേറ്റ ബുക്ക് മൺഡേ വരത്തുള്ളൂ സർ. ഇത് അത്രയും ദിവസം എടുക്കുമോ? പ്രോബ്ലം എന്തൊരു പ്രോബ്ലം പിടിക്കണമല്ലോ. ഓക്കെ, ഇത് നോക്കുക. ഇതിലും നമുക്ക് Q = നേരത്തെ കിട്ടിയിട്ടുണ്ട്. Q എന്താണ്, Q = ΔT ഓവറോൾ / R ആണെന്ന് ടോപ്പിൽ തന്നിട്ടുണ്ട്. ഇനി ആ R കോമ്പസിറ്റ് സിലിണ്ടർ വിത്ത് കൺവെക്ഷൻ, അത് നമ്മൾ പഠിക്കും. കോമ്പസിറ്റ് സ്ഫിയർ വിത്ത് കൺവെക്ഷൻ. ഈ ഫിഗർ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് വരച്ചെടുക്കാമോ ഡയറക്റ്റ് എല്ലാം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ ബുക്ക്. നമ്മൾ ഡേറ്റ ബുക്ക് എടുക്കുന്നത് ഈ ആറിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെ കണ്ടക്ഷനിൽ എടുക്കുന്നത്, പലതും പല വാല്യൂസ് മാറി വരും. കണ്ടക്ഷനിൽ ഇതിൽ നമ്മളത് എടുക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതിന്റെ അടുത്ത ഫിഗർ ഒന്ന് എടുത്തേ. നമ്മൾ ആ തൊട്ട് മുമ്പുള്ള ഫിഗറിന്റെ ഹെഡിങ് 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഹീറ്റ് ജനറേഷൻ എടുക്കുന്നില്ല. പക്ഷെ അടുത്ത പേജിലെ ഹീറ്റ് ജനറേഷനൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ, ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ അതിപ്പം കാണിച്ചതാണ്, വിത്ത് ഹീറ്റ് ജനറേഷൻ. അപ്പോൾ നമ്മൾ ഹെഡിങ് വായിച്ചിട്ട് വേണം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏത് ഫിഗർ ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ വിത്ത് ഹീറ്റ് ജനറേഷൻ, അതിന്റെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ ഇവിടെ ഹീറ്റ് ജനറേഷനോടുള്ള എടുക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് ഇതുപോലൊരു സ്ലാബ് ആണെങ്കിലും അവിടെ ഹീറ്റ് ജനറേഷൻ ഉണ്ടാകുന്നില്ല. ഹീറ്റ് ജനറേഷൻ ഞാൻ പറഞ്ഞിരുന്നു എന്താണെന്ന്. അവിടെ ഒരു കൺവേർഷൻ പ്രോസസ്സ്, എന്തെങ്കിലും ന്യൂക്ലിയറോ അല്ലെങ്കിൽ കെമിക്കലോ എന്തെങ്കിലും ഒരു കൺവേർഷൻ പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ജനറേഷൻ ആണെന്ന് പറയാം. അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷനൊക്കെ എൻറ്റയർലി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കണം, അത് മാറും. അത് നമ്മൾ നെക്സ്റ്റിൽ പഠിക്കും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണക്ക് ഈ കണ്ടക്ഷൻ്റെ മാത്രമാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഡാറ്റ ബുക്കിൽ നിന്ന് എടുക്കുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പോയോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടിരുന്നു. ഓക്കെ, നോക്കട്ടെ.
ഓക്കെ, എങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്യാം. കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, അക്ഷയ് ഷാജി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇതൊരു Find the ratio of heat transfer per unit area through a copper plate 50 mm അങ്ങനെ thick. നിൽക്കട്ടെ, മനസ്സിലാക്കി വായിക്കുക. എന്താ കണ്ടുപിടിക്കുക? ചുമ്മാ വായിക്കാനല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കി വായിക്കുക. ഫൈൻഡ് ദ റേറ്റ് ഓഫ് Find the heat rate of heat transfer per transfer. unit area through a copper plate 50 mm thick whose one face is maintained at 400. അതായത് ഒരു ഫേസ് നമ്മൾ ആൻഡ് അതർ ഫേസ് അറ്റ് 75 ഡിഗ്രീസ്. ടേക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ആസ് 370 വാട്ട് പെർ മില്ലി. നമ്മൾ പരീക്ഷയ്ക്ക് വായിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ വായിക്കുക. ആദ്യം ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കി. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ക്യൂ മാത്രമല്ല, ക്യൂ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ എന്താ ക്യൂ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ നമുക്ക് പെർ യൂണിറ്റ് ഏരിയ വേണം. അപ്പോൾ ക്യൂ ബൈ എ അല്ലേ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ദ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ക്യൂ ബൈ എ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യൂ ബൈ എ നമുക്കറിയാം എന്താ, ഹീറ്റ് ഫ്ലക്സ് ആണെന്നറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ക്യൂ ബൈ എ ആണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടു ഫൈൻഡ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിൽക്കട്ടെ. ത്രൂ എ കോപ്പർ പ്ലേറ്റ് 50 mm തിക്ക്. ശ്രദ്ധിച്ചിരിക്കുക. അമൽജിത്ത്, വൈശാഖ്, അക്ഷയ്, എം ബി, അമൽദേവ് എല്ലാവരും കേൾക്കുന്നുണ്ടോ? ശിവകുമാർ, ഉണ്ട് സാർ. ഉണ്ട് സാർ. കണക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ത്രൂ എ കോപ്പർ പ്ലേറ്റ് 50 mm തിക്ക്. ഓക്കെ, 50 mm തിക്കിലുള്ള ഒരു കോപ്പർ പ്ലേറ്റിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഹൂസ് വൺ ഫേസ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് 400 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഫേസ് 400 ഡിഗ്രി സെൽഷ്യസും ആൻഡ് അതർ ഫേസ് 75 ഡിഗ്രി സെൽഷ്യസും എന്ന് പറഞ്ഞു. ടേക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ആസ് 370 വാട്ട് പെർ മീറ്റർ. അപ്പം നമ്മൾ ആദ്യം കോപ്പർ പ്ലേറ്റ് വരയ്ക്കുക. ഒരു എത്ര അതിൻ്റെ ലെങ്ത് 50 mm തിക്നെസ് ഉള്ള ചുമ്മാ ഒരു ഇത് വരയ്ക്കുക. ഒരു കോപ്പർ പ്ലേറ്റ് വരച്ചു. അതിൻ്റെ തിക്നെസ് എന്താ? 50 mm. ഓക്കെ, 50 mm നമുക്ക് എങ്ങനെ മീറ്ററിലേക്ക് എഴുതാൻ പറ്റും? വൈശാഖേ, 50 mm എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? തിക്നെസ് എത്ര അറിയോ? 50 mm എത്ര മീറ്റർ? 50 × 10⁻³ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കാൽക്കുലേറ്ററിലൊന്നും ചെയ്ത് എത്ര കിട്ടും? 50 × 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാ ശിവകുമാറെ? 0.05. 0.05 മീറ്റർ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 50 പകരം 0.05 മീറ്ററിലാണോ ചെയ്യേണ്ടത്? 0.05 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇനി ആ തിക്നെസ് ഉള്ള ഒരു കോപ്പർ പ്ലേറ്റ് വരച്ചു. ദെൻ ഹൂസ് വൺ ഫേസ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് 400 ഡിഗ്രി സെൽഷ്യസ്. ഒരു ഫേസ് വൺ ഫേസ് ഇതെടുത്തു, സെക്കൻഡ് ഫേസ് ഇതെടുത്തു. ഒരു ഫേസ് 400 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഫേസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? T1 ആയിട്ട് എടുക്കാമല്ലോ. അത് 400 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഫേസിൽ എത്ര? 75 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. ഈ ഫേസിലെ T2 എന്ന് പറയുന്നത് 75 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ? ടേക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ആസ് 370 വാട്ട് പെർ മീറ്റർ. തെർമൽ കണ്ടക്ടിവിറ്റി എന്താ? K ഈക്വൽസ് 370. ഫോട്ടോ എഴുതാം. K ഈക്വൽസ് 370 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 370 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എഴുതിയിട്ട് പറ കേട്ടോ എല്ലാവരും.
Find the rate of heat transfer per unit area through a copper plate 50 mm thick whose one face is maintained at 400 degrees Celsius and other face at 75 degrees Celsius. Take thermal conductivity of copper as 370. ഓക്കെ ഓക്കെ, നിങ്ങൾ എഴുതണ്ട, കാരണം കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യേ. ശിവകുമാർ, അമൽജിത്ത്, നിങ്ങളിപ്പോഴും എഴുതണ്ട കേട്ടോ. ഓക്കെ സാർ, എഴുതി തുടങ്ങിയായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇത് എന്തായാലും ഇത് ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് നിങ്ങളെന്നാ എഴുതാം, അല്ലെങ്കിൽ പിന്നെ സമയം ഒത്തിരി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ 0 പോയിന്റ് എങ്ങനെയാ ഇനിയും വന്നതെന്ന്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എല്ല് കിട്ടി, എല്ല് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് എൽ ഈക്വൽ ടു 0.05. ഇനി നമുക്ക് അതിൻ്റെ ടു ഫൈൻഡ് ക്യൂ ബൈ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ക്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡേറ്റ ബുക്ക് എടുത്ത ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 48 എഡിഷനിലെ 45 കേട്ടോ. അതായത് ഈ പേജ് 45 അല്ല, നോക്കിയേ, ഈ പേജിൽ മുകളിൽ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ക്യൂ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. സെക്കൻഡ്. ഈ പേജിന്റെ മുകളിൽ ഹീറ്റ് ഫ്ലോ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഓവറോൾ കണ്ടോ? അപ്പൊ എന്ത് കിട്ടി? ക്യൂ ഈക്വൽസ് ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഓവറോൾ എന്താണ്? സോറി, ഡെൽറ്റ ടി ഓവറോൾ ഡിവൈഡ് ബൈ എന്ത് വന്നു? റെസിസ്റ്റൻസ് എന്ന് വന്നു അല്ലേ? അപ്പൊ കണ്ടുപിടിക്കണ്ടേ ഡെൽറ്റ ടി ഓവറോൾ എങ്ങനെ കിട്ടും? ഇവിടുത്തെ ഡെൽറ്റ ടി ഓവറോൾ എന്താ? ക്യൂ ഈക്വൽസ് എന്താ? ഡെൽറ്റ ടി ഓവറോൾ എന്തായിരിക്കും അമൽജിത്ത്? അല്ല, ഡെൽറ്റ ടി ഓവറോൾ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ? ഇവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എങ്ങനെ എഴുതാം? T1 മൈനസ് T2. അപ്പൊ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നോക്കിയേ, കൺവെക്ഷന്റെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. കൺവെക്ഷൻ ഉണ്ടെന്നോ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്താ കൺവെക്ഷന്റെ ടൈം, കൺവെക്ഷൻ ഇവിടെ എടുക്കുകയും വേണ്ട. ഇവിടെ ശരിക്കും കൺവെക്ഷനൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എച്ച് എന്ന് പറഞ്ഞ ടൈം രണ്ട് സൈഡിലൂടെ കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ കൺവെക്ഷൻ പറഞ്ഞിട്ടില്ല, കണ്ടക്ഷന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ കൺവെക്ഷൻ എടുക്കണ്ട. അപ്പം കണ്ടക്ഷന്റെ റെസിസ്റ്റൻസ് എന്താ? ഈ ടൈമിൽ കണ്ടക്ഷന്റെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ആർ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? എൽ ബൈ കെ. ഓക്കെ, എൽ ബൈ കെ അത്രയും കിട്ടിയേ. ഇനി ഈ ആറ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആർ ഈക്വൽസ് എൽ ബൈ കെ എ. അപ്പൊ എൽ എന്നുള്ളത് എന്ത് വന്നു? എൽ എന്താണ് ഇവിടെ? കേട്ടില്ല? 0.05 മീറ്റർ. 0.05 മീറ്റർ. ഇനി കെ എന്താണ്? 370 വെബർ പെർ മീറ്റർ. ഓക്കെ, ഏരിയ ഇവിടെ തന്നിട്ടുണ്ടോ? കാരണം എന്താ, ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ, ഏരിയ തന്നിട്ടില്ല. അപ്പൊ അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്യേണ്ടത്, ഇനി ഏരിയ ഇങ്ങനെ തരാത്തതിനകത്ത് നമ്മൾ ഏരിയ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എടുക്കണം, അസ്യൂം ചെയ്യണം തരാത്തതിനകത്ത്. ഓക്കെ, അതിനകത്ത് നമുക്കൊരു ഡൗട്ട് വരുമല്ലോ, എന്തുകൊണ്ട് ഏരിയ അങ്ങനെ വന്നു? അസ്യൂം ചെയ്യാന്ന് അവിടെ 1 എന്ന് എടുത്തു. ഇനി ഇതിന്റെ ആൻസർ എന്ത് വരും എന്ന് പറഞ്ഞേ, ചെയ്തിട്ടൊന്ന് പറഞ്ഞേ എത്രയും പെട്ടെന്ന്. എത്ര വരും വൈശാഖ്? വൈശാഖ്, കിട്ടിയില്ലേ? അമൽജിത്തെ കിട്ടിയോ? കിട്ടിയവര് പറ,
0.05 ഡിവൈഡ് ബൈ 370 എത്ര വരും? അക്ഷയ് ഷാജി, ശിവകുമാർ 1.35 into 10 raised to minus 4. -4. ഇനി അതിന്റെ യൂണിറ്റ് എന്താ? ആറിന്റെ യൂണിറ്റ് എന്താ? Kelvin per watt. കെൽവിൻ പെർ വാട്ട്. അത് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയത്? നമുക്ക് ഒന്നില് R ഈക്വൽ ടു എന്താ എൽ എന്ന് പറഞ്ഞ കണ്ടക്ടിവിറ്റി. സോറി 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ആറിന്റെ ഡയറക്ട്ലി R ഈക്വൽ ടു എന്ത് കിടപ്പുണ്ട്? ഡയറക്ട്ലി കെൽവിൻ പെർ വാട്ട് എന്ന് ഡേറ്റാ ബുക്കിൽ 44 പേജിൽ 8th എഡിഷനിലെ 44 പേജിൽ നൊട്ടേഷൻസ് എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്തോ നിങ്ങൾ ഒന്ന് എഴുതിയിട്ട് ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാൻ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ മതി. കെൽവിൻ പെർ വാട്ട് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ 6 കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്താ കിട്ടി? ഈ 6 കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് T1 - T2 കിട്ടി. ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? Q/A, അതായത് Q/A എന്നുള്ള ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഇത് തുടയ്ക്കുവാണ്. Q/A എന്നുള്ളത് T1 - T2 ഡിവൈഡ് ബൈ L/K ആയിരുന്നു. ഈ L/K എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, അത് നമുക്ക് കിട്ടി. ഓക്കെ, L/K എന്നുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q/A എന്നുള്ളത് സ്മോൾ q എന്നങ്ങ് എഴുതാം. അതായത് ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനമാണ് ഈ Q എന്ന് പറയുന്നത്. ഇനി T1 - T2 എന്ത് വന്നു? T1 എത്രയാ വൈശാഖേ? 400. വൈശാഖ് കേൾക്കുന്നില്ലേ? 400. T2 എത്ര? 75. ഓക്കെ, ഈ റെസിസ്റ്റൻസ് എത്ര കിട്ടി നമുക്ക്? 1.35 into 1.35 into 10 raised to -4. അപ്പൊ ആൻസർ എന്ത് കിട്ടും? പറഞ്ഞേ, ആൻസർ എന്ത് കിട്ടും? കിട്ടിയോ? $399.9. ഒന്നുകൂടെ ബ്രാക്കറ്റ് ഒന്ന് കറക്റ്റ് ഇട്ടായിട്ടൊന്ന് ചെയ്തടാ വൈശാഖ്. നിന്റെ മറ്റേ ഏതാ സയന്റിഫിക് അല്ലേ ഇരിക്കുന്നത്? മറ്റേ FX അല്ലേ? പഴയ സാധനമാണോ? MS അപ്പം കറക്റ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താലേ കിട്ടുള്ളൂ. Sir, 0.024. സാറേ 0.024. 400 - 75 അല്ലേ ഇട്ടേ? ഡിവൈഡ് ബൈ 1.35 into 10 raised to -4. അപ്പൊ എത്ര കിട്ടി? ഒന്നുകൂടെ ഒന്ന് ചെയ്തേ. ബ്രാക്കറ്റ് ഇട്ട് കറക്റ്റ് ആയിട്ടും ചെയ്തേ. ആദ്യം 400 - 75 ആൻസർ ഒന്ന് എഴുതാം നമുക്ക്. 400 - 75 ആൻസർ 325 ഡിവൈഡഡ് ബൈ 1.135 1.35 2.407. 1.35 into 10 raised to -4 എന്ന് കിട്ടി. ഓക്കെ, 325 ഡിവൈഡഡ് ബൈ 1.35. ശിവകുമാറിന് എന്ത് കിട്ടി? സാറേ ആൻസർ 2.40. 2.40 ആണോ? Q ആവണം. ഞാൻ ഇതിനെ കാര്യം ചോദിച്ചേ, ഈ സ്മോൾ Q ഈ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോ എന്ത് കിട്ടി? ശിവകുമാറെ എന്ത് കിട്ടി? 2.4 into 10 raised to 6. 2.4 into 10 raised to 6 ആ കിട്ടി. ഓക്കെ, വൈശാഖേ 10 raised to 6 ആണ്. ഓക്കെ, അത് ശരിയാ. ഇപ്പൊ 2407407 അല്ലെങ്കിൽ 2. എത്ര നിങ്ങൾക്ക് കിട്ടിയ? 40 into 10 raised to 6 അല്ലേ?
10⁻⁶ എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? എന്തായിരിക്കും? വാട്ട് മാത്രമാണ്. വാട്ട് ക്യൂവിന്റെ ആണ്. ക്യൂവിന്റെ ആണ് വാട്ട്. Q/A ആവുമ്പോഴെന്ത് വരും? Q/A അല്ലേ സ്മോൾ എ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ അല്ലേ, വാട്ട് പെർ മീറ്റർ സ്ക്വയർഡ്. ഇനി അതിനെ ഒന്ന് കിലോ വാട്ടിലാക്കി, ഇതാണ് ഫൈനൽ ആൻസർ. അതിനെ കിലോ വാട്ടിലാക്കാൻ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 10⁻³ ചെയ്യോ ഡിവൈഡ് ബൈ 10⁻³ ചെയ്യോ? Divide by 10 raised to 3. അപ്പം ഡിവൈഡ് ബൈ 10⁻³ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 2405.6 ഇൻറ്റു 6 2405, സോറി, നമുക്ക് ഒന്നുകൂടി എഴുതാം. 2405.63 കിലോ വാട്ട് പെർ മീറ്റർ സ്ക്വയർഡ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മനസ്സിലായാലും ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ എങ്ങനെയാണെന്ന്, സിമ്പിൾ കണക്കാണ് ഇത്. നമ്മൾ ഇനിയും ചെയ്യാൻ ഇത് അതിൻ്റെ ബേസിക് കണക്കാണ്. ഓക്കെ, നമ്മൾ ഇനി അത് ചെയ്യാൻ പോകുന്നത് കൂടിയ കണക്കുകളാണ്. ഇത് സിമ്പിളാക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം. അവിടെ കഴിഞ്ഞിട്ട് നിർത്താം. ഞാൻ എന്നിട്ട് ഇത് അയച്ചു തരാം. അല്ല, നിങ്ങൾ ഈ ലാസ്റ്റ് പോർഷൻ കണ്ടിട്ട് ഈ കണക്കിൻ്റെ പോർഷൻ കണ്ട് തന്നെ ചെയ്യട്ടോ. ഞാൻ എന്നിട്ട് നോട്ട് അയച്ചു തരുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ ആ കണക്കിൻ്റെ ആൻസർ, അതായത് നോക്കുക, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു, Q. ഇനി ആ Q കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് എവിടുന്ന് കിട്ടും? Q കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Q ∆T ഓവറോൾ എന്ന് പറയുന്നത് ∆T ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആ ∆Tയുടെ ഇക്വേഷൻ ഡയറക്റ്റ്ലി അതിലുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ലെങ്ത് എടുക്കുക, ഈ ലെങ്തിൻ്റെ വാല്യൂ എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലെങ്ത് L, K, A എല്ലാം തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്താ Q ഈക്വൽസ് ∆T ഓവറോൾ ഡിവൈഡഡ് ബൈ R ആണല്ലോ നമ്മുടെ ഡേറ്റാ ബുക്കിൽ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ Q ഈക്വൽസ് ∆T ഓവറോൾ ഡിവൈഡ് ബൈ R എന്ന് ചെയ്തു. Q എന്ന് പറയുന്നത് Q/A ആണ്. അതെന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ അങ്ങനെ എഴുതിയതെന്ന് അറിയാമോ? ഇത് നോക്കി, ഇവിടുത്തെ ഏരിയ ഞാൻ പറഞ്ഞു 1 മീറ്റർ സ്ക്വയർഡ് ആണെന്ന്. ഇവിടെ 2 മീറ്റർ സ്ക്വയർഡ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല. 2 മീറ്റർ സ്ക്വയർഡ് ആണെങ്കിൽ Q/2 എന്ന് തന്നെ എഴുതി നമുക്ക് എന്താ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഡിവൈഡ് ബൈ 2, ഏരിയ 2 ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഏരിയ 1 ആയിരുന്നു. ഓക്കെ, നമ്മളപ്പം ഈ Q കണ്ടുപിടിച്ച് ഡിവൈഡഡ് ബൈ 1 ചെയ്താലും എന്താണ് സെയിം ആൻസർ കിട്ടുന്നത്. അപ്പോൾ 2405 എന്ന് കിട്ടി. അതേ ഡിവൈഡ് ബൈ 1 ചെയ്താലും 1 എന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. അപ്പം നമുക്ക് Q തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അത് മനസ്സിലായി എന്താ പറഞ്ഞത് ഇപ്പം വൈശാഖേ? മനസ്സിലായി? ഇതിപ്പം ഏരിയ 2 നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 3 കിട്ടിയിരുന്നെങ്കിൽ എന്ത് കൊടുക്കും? കിട്ടിയ ആൻസർ ഡിവൈഡ് ബൈ 3 ചെയ്യും അല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. അപ്പോൾ നിങ്ങൾ ഈ കണക്കിൻ്റെ പോർഷൻ ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ആ കണക്ക് തന്നെ ചെയ്യുക, എന്നിട്ട് എനിക്ക് അയക്കുക. അതിന് മുമ്പേ വരെയുള്ള നോട്ട് ഞാനിപ്പോൾ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ 8 മണിക്കുള്ളിൽ ചെയ്തിട്ട് അയക്കുക. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ എന്നോട് ചോദിക്കുക, എന്താ അങ്ങനെ വന്നേ, എന്താ ഇങ്ങനെ വന്നേ, വോയിസ് അയച്ചോ, എങ്ങനെയാന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് എടുക്കാം. ആരൊക്കെയുണ്ട്? അഭിഷേക് കേൾക്കാവോ? സാർ. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല സാർ. ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അക്ഷയ് എം ബി, അക്ഷയ്, ഷാജി, ഷോൺ, ശിവകുമാർ,
വൈശാഖ്. പ്രശ്നം സാർ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അത് കണ്ട് നിങ്ങൾ കണക്ക് ചെയ്യുക. അതിന് മുമ്പേ വരെയുള്ള നോട്ട് ഇപ്പം തന്നെ ഞാൻ അയച്ചു തരാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. ഓക്കെ അല്ലേ? ആ സാർ. ഓക്കെ, ആ താങ്ക് യു. സാർ.